വാട്സ്ആപ്പ് ഗെയിമേഴ്സ്. അപ്പോൾ എല്ലാവർക്കും നമ്മൾ ലെറ്റ്സ് പ്ലേ സീരീസിൻ്റെ 9ാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ വീഡിയോയുടെ മെയിൻ ഗോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പശു ഫാം, കൗ ഫാം, ഷീപ്പ് ഫാം, അതുപോലെ തന്നെ പിഗ് ഫാം, ഇവയ്ക്കൊക്കെ ഒരു ഫാം നമുക്ക് സെറ്റപ്പ് ആക്കണം. കുറച്ച് ദിവസമായി ഞാൻ പറയുന്നവർക്കുള്ള ഫാം സെറ്റപ്പ് ആക്കണമെന്ന്. ഇന്ന് നമ്മൾ ഓട്ടോമാറ്റിക് ഫാം എനിക്ക് സെറ്റപ്പ് ആക്കുന്നത്. സോ നമുക്ക് അതിൻ്റെ വീഡിയോയിലേക്ക് പോകാം. ഗൈസ്, അപ്പോൾ പറഞ്ഞ പോലെ ഞാൻ എൻഡർ ചെസ്റ്റ് ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് ഒന്ന് എന്നിട്ട് പോയി പരമാവധി എൻഡർമാനെ തല്ലിക്കൊന്ന് 2 ക്രാഫ്റ്റ് ചെയ്ത് നമുക്ക് ബിൽഡ് ചെയ്യുമ്പോഴൊക്കെ യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതും എടുത്തിട്ട് നേടാൻ വേണ്ട ബിൽഡിലേക്ക് പോവാം. ഇതേ മുറ്റത്തിൽ മൈന, നമുക്ക് അവൻ്റെ അടുത്ത് പോയിട്ട് എന്തെങ്കിലും ഉണ്ടോ നോക്കാം. എന്തുണ്ട് നിൻ്റെ കയ്യിൽ? ഒരു പാല് കൊടുത്തു കഴിഞ്ഞാൽ അവർ 2 എമറാൾഡ് തരും. വേണ്ട, പിന്നെ കാര്യമായിട്ടൊന്നുമില്ല. മറ്റേ പെയ്ലോഗ് ഉണ്ട്, അത് കുറച്ച് മേടിച്ചേക്കാം. ഇതാണ് എൻഡർ ചെസ്റ്റിൻ്റെ ഉപകാരം. കയ്യിലെല്ലാ സാധനവും കൊണ്ടു നടക്കണ്ട. അവനപ്പോഴത്തേക്കും അപ്രത്യക്ഷനായി പോയാൽ സാരില്ല, മാക്സിമം എടുത്തേക്കാം. എന്തെങ്കിലും ബിൽഡ് ചെയ്യുമ്പോൾ വളരെ യൂസ്ഫുൾ ആയിരിക്കും. അതുപോലെ തന്നെ സിൽട്ടച്ച് ഇല്ലാണ്ട് നമ്മൾ എൻഡർ ചെസ്റ്റ് നമുക്ക് പൊട്ടിക്കാൻ പറ്റത്തില്ല, അതെല്ലാം ഓർത്ത് വെക്കുക. ആകാശം നോക്കി, നൈസ് സാധനമല്ലേ, ഉള്ളിക്കൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ ഞാനിടുന്ന മോഡ്സിനെ പറ്റി ഞാനൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്കെല്ലാം കിടന്നുറങ്ങാം. പ്രഭാതത്തിലെ സൂര്യോദയം കാണാൻ എത്ര മനോഹരം. ഞാൻ കഴിഞ്ഞ ജന്മത്തിൻ്റെ കവിയായിരുന്നെന്ന് തോന്നുന്നു. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ ഫാമിൻ്റെ പരിപാടിയിലേക്ക് പോവാം. എന്താണ് മരണം എന്നിവർക്ക് നമുക്ക് കാണിച്ചു കൊടുക്കാം ഗേസ്. എവിടെ? ഇതാണ് മരണം. ഓക്കെ, അപ്പോൾ എല്ലാത്തിനും തീർത്തിട്ടുണ്ട്. നമ്മൾ ഇവിടെ തന്നെയാണ് നമ്മുടെ കൗവിൻ്റെ, ഷീപ്പിൻ്റെ, പിഗിൻ്റെ ഫാം പണിയാൻ പോകുന്നത്. എല്ലാം ഓട്ടോമാറ്റിക് ഫാം ആയിരിക്കും. അപ്പോൾ നമുക്ക് ഇവിടുന്ന് വരുമ്പോൾ നല്ല ലുക്കായിരിക്കും അല്ലേ. ഒരു വൈൽഡ് ലൈഫ് തീമാണ്. നമ്മുടെ എൻജാൻമെൻറ്റ് ടേബിൾ പണിതില്ലേ, അതേപോലെ ഒരു ഓപ്പൺ സെറ്റപ്പാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. എത്രത്തോളം പെർഫെക്റ്റ് ആവുമെന്ന് അറിയില്ല. ഇതൊക്കെയാണ് നമുക്ക് വേണ്ട സാധനങ്ങൾ. അപ്പോൾ നമുക്ക് പോയിട്ട് എന്തെങ്കിലും സാധനം ഇനി വേണം എന്നോട് നോക്കിയിട്ട് വരാം. ഞാൻ എന്തെങ്കിലുമൊക്കെ മറക്കും കേസ്, നോക്കിയിട്ട് വരാം. ഓക്കെ, സാധനങ്ങളെല്ലാം കയ്യിലുണ്ട്. പിന്നെ നമുക്ക് നേരെ ബിൽഡ് ചെയ്യാൻ തുടങ്ങാം. ഇത് ഭയങ്കര എളുപ്പമാണ് ബിൽഡ് ചെയ്യാൻ. ആദ്യം നമ്മൾ പൊസിഷനിൽ ഒരു ചെസ്റ്റ് വെക്കുക. എന്നിട്ട് ആ ചെസ്റ്റിലേക്ക് കണക്ട് ചെയ്യുന്ന രീതിയിൽ ഷിഫ്റ്റ് പ്രസ് ചെയ്തിട്ട്, എവിടെ നമ്മുടെ ഹോപ്പർ? ഒരു ഹോപ്പർ മതി. ഓക്കെ, ഒരു ഹോപ്പർ ഷിഫ്റ്റ് പ്രസ് ചെയ്തിട്ട് ഇങ്ങോട്ടേക്ക് കണക്ട് ചെയ്ത് വെക്കുക. ഇങ്ങനെ നോക്കി മനസ്സിലാവും അത് കണക്റ്റഡ് ആണ്. ഇനി നമുക്ക് 2 ബ്ലോക്ക് എടുക്കുക. 2 ബ്ലോക്ക് എടുത്തിട്ട് ഒരു ബ്ലോക്ക് ഇതിൻ്റെ മേളിൽ വെക്കുക. ഷിഫ്റ്റ് പ്രസ് ചെയ്തിട്ട് മേളിൽ വെക്കുക. ഇനി നമുക്ക് സ്ലാബ് എടുത്തിട്ട് ഏറ്റവും ടോപ്പിൽ വരുന്ന രീതിയിൽ ഇങ്ങനെ ഒരു 3 എണ്ണം വെക്കുക. അവിടെയല്ല, ഇവിടെ വെക്കുക 3 സ്ലാബ്. ഇനി നമുക്ക് ആ ബ്ലോക്ക് വേണേൽ പൊട്ടിച്ച് കളയാം. അല്ല, അതിന് മുമ്പ് ഇവിടെ ഒരു ഗ്ലാസ് വെക്കണം. അത് വെച്ചു. ഇനി നമുക്ക് ഇവിടെ ഒരു ബ്ലോക്ക് വെച്ചിട്ട് അതിൻ്റെ മേളിൽ കയറണം. എന്നിട്ട് ആ ഡേർട്ട് ബ്ലോക്ക് പൊട്ടിച്ച് കളയണം. ഓക്കെ, അതും പൊട്ടിച്ച് കളഞ്ഞു. ഇനി നമുക്ക് ഒന്നുകൂടി പൊങ്ങിയിട്ട് ഇതിന് ചുറ്റും ഗ്ലാസ് വെച്ചേക്കാം. ഈ ഗ്ലാസിൻ്റെ ഇടയിലായിരിക്കും നമ്മുടെ പശു ഒന്ന് വീഴാൻ പോകുന്നത്. ഓക്കെ, അപ്പം 4 സൈഡിലും ഓരോ ഗ്ലാസ് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് ചുറ്റും കുറച്ച് ഡേർട്ട് വെക്കണം. എങ്കിലേ നമുക്ക് അവരെ ഇങ്ങോട്ട് ഉന്തി ഇടാൻ പറ്റുള്ളൂ. കുറച്ചൊരു ചെറിയൊരു ഏരിയ പോലെ ആക്കുകയാണെങ്കിൽ അവരെ നമുക്ക് പുല്ല് വെച്ച് കൊണ്ടുവരണം. ഇവിടെയല്ല, അതിൻ്റെ തൊട്ട് താഴെ വെക്കണം. ഓക്കെ, ഇനി നമുക്ക് 2 പശുവിനെ കൊണ്ടുവന്നിട്ട് അതിൻ്റെ ഉള്ളിലിടുക. എന്നിട്ട് ഉള്ള വീറ്റ് വെച്ചിട്ടൊക്കെ അതിനെ ബ്രീഡ് ചെയ്ത് കഴിഞ്ഞാൽ മതി. ബ്രീഡ് ചെയ്താൽ കൂട് നിറയണമെങ്കിൽ അപ്പോൾ ഒരു സഫക്കേറ്റ് ആയിട്ട് ചത്തുപോകും. എത്രത്തോളം ബ്രീഡ് ചെയ്യുന്നോ അത്രത്തോളം പേര് ചത്തു പോയിക്കൊണ്ടിരിക്കും. അങ്ങനെയാണ് നമുക്ക് വേണ്ടത്. നമുക്ക് കുറച്ച് വീറ്റ് എടുത്തിട്ട് വരാം. ഇതുകൊണ്ട് ആ കാണുന്ന 2 പശു ഉണ്ട്, അവരിനെ നമുക്ക് അതിൻ്റെ ഉള്ളിൽ കൊണ്ടുവരണം. ഇവന്മാരിനെ അവിടം വരെ കൊണ്ടുപോകാനാണ് പാട്. ലീഷ് എടുക്കായിരുന്നു. ലീഷ് എടുത്താൽ വലിച്ചുകൊണ്ട് പോയാൽ മതിയായിരുന്നു. സാരമില്ല. അവിടെ ഒരു പൊട്ടനുണ്ട്. ഇങ്ങോട്ട് വരൂ. ഇനി നിങ്ങൾക്ക് എല്ലാവർക്കും തരാമല്ലോ. ബീഫ് തരാമല്ലോ. അല്ല, ബീഫല്ലല്ലോ. ബീഫ് എന്നുള്ള വാക്ക് ഇവിടെ മിണ്ടാൻ പാടില്ല. ഇവരെല്ലാം BJP-കാരാണ്, നമ്മൾ അടിച്ചു കൊല്ലും. വരൂ, എല്ലാവരും വരൂ. ഓക്കെ, ഒരു അമ്പോളി നിൽക്കുന്നു. സോംബി വരണ്. കിടന്നുറങ്ങിയിട്ട് വരായിരുന്നു പുല്ല്. അബുവേട്ടൻ 1, അബുവേട്ടൻ 2, അബുവേട്ടൻ 3 എല്ലാത്തിനും നിർത്തിയിട്ടുണ്ട്. എൻ്റെ അടുത്താണ് അവന്മാരുടെ കളി. ഒരു പശു അമ്പയും കൂടി ഉണ്ടല്ലോ. ബ്രോ അവിടെ വെയിറ്റ് ചെയ്യും, ഞാൻ മറ്റൊരാളെ കൂട്ടിയിട്ട് വരാം. മച്ചു, ബ്രോ കമോൺ. ഞാനതിൽ അവന്മാരെ താഴെ കൊണ്ടിട്ട് അപ്ഡേറ്റ് ചെയ്യാം. കാരണം അത് വളരെ ദുർഘടം പിടിച്ച പണിയാണ്. അല്ല, കിടന്നുറങ്ങിയിട്ട് കൊണ്ടുപോയാലോ, അതായിരിക്കും ബെറ്റർ. ഞാനിപ്പോൾ ഒരു കയ്യിൽ ബീഫും മറ്റേ കയ്യിൽ വീറ്റും വെച്ച് ഇവന്മാരെ തല്ലാൻ വരുന്നതാണോ അതോ ഫുഡ് കഴിക്കാൻ വരുന്നതാണോ അറിയത്തില്ല. എൻ്റെ അടുത്ത് പിണങ്ങി നിൽക്കുന്നു. നീ എന്താ പറ്റി അവിടെ കുടുങ്ങിപ്പോയോ? നീ വന്നേ. എന്തൊരു കഷ്ടമാണ് ഇവന്മാരെ കൊണ്ട്. വില്ലേജേഴ്സിനെക്കാളും കഷ്ടം. ഞാൻ അവന്മാരെ പകുതി വഴിക്കിട്ട് ഈ തൊട്ടാവാടിനെ അടിക്കാൻ വന്നതാണ്. ചാവ്. ഓക്കെ, ചത്ത്. ഈസി. ബ്രോ കമോൺ. മച്ചുക്കളെല്ലാവരും വരൂ. മറ്റേ ബ്രോ കമോൺ എല്ലാവരും വരും. എല്ലാവർക്കും ഉള്ള ഫുഡ് എന്തെങ്കിലും ഉണ്ട്. എല്ലാവർക്കും ഉണ്ട്. അവൻ കറങ്ങി കളിക്കണ സന്തോഷം കൊണ്ട്. നോക്ക്. മതി. അവൻ കറങ്ങിയിട്ട് തല ഡേർട്ടിനടിക്ക് കുടുങ്ങി പോകുന്നു. എന്തൊക്കെ മണ്ടന്മാരാണോ ദൈവമേ. ഇനി ഇവന്മാരിൻ്റെ ഉള്ളിൽ കയറ്റാനാണ് ഒരുപാട്. നമ്മൾ ഈ അറ്റത്തോട്ട് മാറി നിൽക്കാം. ഇനി ഇവിടുന്ന് മെല്ലെ ഉന്തിയാൽ മതി. അപ്പം മറ്റൊന്ന് ഉന്തി. ബ്രോ ഉന്തി. ഞാൻ താഴെ പോയി. ഇനി അവന്മാർ പിന്നെ താഴോട്ടിറങ്ങും. ഇറങ്ങല്. ഞാൻ കയറുന്ന കണ്ടില്ലേ. ബ്രോ മാറ്. ഒരു തട്ടോട് കൊടുത്താൽ ഉള്ളി വീഴും. ഉള്ളിപ്പോ. അവർ തന്നെ വീഴ്ത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ ഇവനെയും കൂടി വീഴ്ത്തണം. കമോൺ. ഞാൻ വീട്ടിൽ തരാമല്ലോ. ഇങ്ങോട്ട് വരൂ.
ഇങ്ങോട്ട് ഒരു കറങ്ങി കളിക്കണടാ ഇവൻ. ഒരു ഉന്ത് ചെറുതായിട്ടൊരു ഉന്തും കൂടി. ചേടാ ഒരു ചെറിയ പിക്സലിലാവും നിൽക്കുന്നേ. ഇങ്ങനെന്താ വീഴാത്ത? ഓക്കെ പറ്റും സക്കീർ ഭായി. യെസ്, ഇത്രയേ ഉള്ളൂ പരിപാടി മണ്ടന്മാരെ കൊണ്ട്. ഇനി ഇവർക്ക് ഫുഡ് കൊടുത്ത് നോക്കാം. എടുക്കുന്നില്ലല്ലോ ബ്രോ. ഫുഡ് എടുക്ക് ബ്രോ. ഒരുത്തം കഴിച്ച്. എന്നാലും ഒരു വീറ്റേ ഉണ്ടായിരുന്നുള്ളല്ലോ. അയ്യോ, നമുക്കൊരു ഓട്ടോമാറ്റിക് ബോൺ മിൽ ഫാം കൂടി സെറ്റപ്പ് ആക്കണം. അത് നമുക്ക് ലാസ്റ്റ് സെറ്റപ്പ് ആക്കാം. ഇനി നമുക്ക് ഇതേപോലെ തന്നെ പിഗിൻ്റെയും ഷീപ്പിൻ്റെയും ഫാം സെറ്റാക്കാം. ഒരു മാറ്റമില്ല, സെയിം സാധനമാണ്. ചെസ്റ്റ് വെക്കുക, ഷിഫ്റ്റ് പിടിച്ച് അതിൻ്റെ ബേക്ക് ഹോപ്പർ വെക്കുക, അതിൻ്റെ മേളിലൊരു ബ്ലോക്ക് പ്ലേസ് ചെയ്യുക. ഷിഫ്റ്റ് പിടിച്ചിട്ട് ബ്ലോക്ക് പ്ലേസ് ചെയ്യുക. ഓക്കെ, ഇനി നമുക്കിവിടെ അതേപോലെ തന്നെ സ്ലാബ് വെക്കുക. നിങ്ങളിത് കണ്ടു കഴിഞ്ഞാൽ ഇതേപോലെ തന്നെ ചെയ്താൽ മതി. സാധനം പക്ക വർക്കിംഗ് ആണ്. ഇതിൻ്റെ ഫ്രണ്ടിൽ ഒരു ഗ്ലാസ് വെക്കുക. ഇനി നമുക്ക് ഇങ്ങോട്ട് കയറി പോകാൻ വേണ്ടി ചെറിയൊരു പടി സെറ്റപ്പ് ആക്കുക. എന്നിട്ട് ഈ ഡയറക്റ്റ് ബ്ലോക്ക് പൊട്ടിച്ച് മാറ്റിയിട്ട് ഇതിൻ്റെ മേലെ ഗ്ലാസ് വെക്കുക. അതിൻ്റെ ഗ്ലാസ് വെച്ചിട്ട് പൊട്ടിച്ച് കളയാം. ഇത് പൊട്ടിക്കുക, എന്നിട്ട് ഇതിൻ്റെ മേലെ ഗ്ലാസ് വെക്കുക. ഓക്കെ, ഇനി നമുക്ക് ഇങ്ങോട്ട് കയറി പോകാൻ പറ്റുന്ന രീതിയിലൊരു വഴി സെറ്റപ്പ് ആക്കണം. അതിൻ്റെ മേളിൽ കൊണ്ട് ആനിമൽസിനെ കൊണ്ട് ഇട്ടാൽ മതി. നമുക്കിനി എന്തിനെ പിടിച്ചിടണം? പിഗിനെ പിടിച്ചിടാം. ആണ്ടൊരു പന്നിക്കൂട്ടം നിൽക്കുന്നത്. ബ്രോ കമോൺ. ഓ, ഇത് വെച്ചാൽ റാബിറ്റും വരുമല്ലേ? പുതിയ അപ്ഡേഷനിലെ റാബിറ്റിനെ കാണാൻ നല്ല ക്യൂട്ടായിട്ടുണ്ട് ഗേസ്. 2 പേരെ കിട്ടി. എല്ലാവരും വരൂ. റാബിറ്റിനെ കൊണ്ടിട്ട് റാബിറ്റിൻ്റെ ഫാം ആക്കിയാലോ? അത് നൈസായിരിക്കും. അത് നമുക്ക് അടുത്ത വീഡിയോക്കകത്ത് ചെയ്യാം. കാരണം അത് അവന്മാരെ കൊണ്ടുപോകണമെങ്കിൽ ലീഷ് വേണം. ഒരു കണക്കിന് ഇവന്മാർ ഇവിടം വരെ എത്തിച്ചിട്ടുണ്ട്. പോ ഒരുത്തം വീണ്. മറ്റവനവിടെ. ബ്രോ കമോൺ. വരൂ വീഴൂ. ഒന്നും കൂടി ഒരു തട്ട്, ഒരു മുട്ട്. ഓക്കെ, അവനെ വന്നിട്ടുണ്ട്. അയ്യോ, ഞാനെന്തിനാണ് എടുത്ത് ചാടിയത്? എടാ, ഞാൻ എന്തൊക്കെയാണ് കളിക്കുന്നത് എൻ്റെ പൊന്ന്. രണ്ടുപേരും ബ്രീഡ് ചെയ്യിപ്പിച്ചേക്കാം. എന്തായാലും ഇവിടം വരെ വന്നതല്ലേ. എന്ത് ബ്രീഡ് ചെയ്യിപ്പിക്കാൻ പറ്റാത്ത എന്തൊക്കെയോ പ്രശ്നമുണ്ട് ഗെയ്സ്. കണ്ട, ഞാൻ ക്ലിക്ക് ചെയ്യുന്നു പക്ഷെ ബ്രീഡ് ആവുന്നില്ല. അയ്യോ, രാത്രി അബുവേട്ടൻ 1, അബുവേട്ടൻ 2. അയ്യോ, എത്ര പേരുടെ ഇത്? അയ്യോ, എല്ലാത്തിനും നിർത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി രാവിലെ ആയിട്ട് ഒരു ഓട്ടോമാറ്റിക് ക്രോപ്പ് ഫാം സെറ്റപ്പ് ആക്കണം. എങ്കിലേ നമുക്ക് ഇവരൊക്കെ ബ്രീഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമുക്ക് അതിനകത്തോട്ട് പോവാം. ആദ്യം ഒരു ബക്കറ്റ് വെള്ളം എടുത്ത് ഇവിടെ ഒഴിക്കുക. എന്നിട്ട് അതിൻ്റെ ഫ്രണ്ടിലത്തെ ഈ ഫീൽഡ് നമുക്ക് ഹോ ചെയ്യണം. എന്നിട്ട് ഒരു ഒബ്സർവർ ഇവിടെ, ഒരു ഒബ്സർവർ ഇങ്ങോട്ട് നോക്കുന്ന രീതിയിൽ, മേലോട്ടല്ല, ഇതേപോലെ വെക്കുക. എന്നിട്ട് ഇതിൻ്റെ നമ്മുടെ അപ്പുറത്ത് ഒരെണ്ണം വെക്കണം. ഈ വെള്ളത്തിൻ്റെ മേളിൽ ഒരെണ്ണം വെക്കണം. ഇനി ഇവിടെ ഒരു ഡേർട്ട് വെക്കുക. അതിൻ്റെ മേളിൽ ഒരെണ്ണം കൂടി പ്ലേസ് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ പരിപാടികളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേളിൽ നമുക്കൊരു ഒബ്സർവറും കൂടി വെക്കണം. ചാടുക, ഒബ്സർവർ പ്ലേസ് ചെയ്യുക. ഓക്കെ, ഇങ്ങനെ തന്നെയാണ് വരേണ്ടത്. ആ കുന്തം മേലോട്ട് വരണം. ഇനി നമുക്ക് 2 ബ്ലോക്ക് ഇതുപോലെ വെക്കുക. എന്നിട്ട് ഇവിടെ നമ്മുടെ പിസ്റ്റണും കൂടി വെക്കണം. അതിന് മുമ്പ് ഇവിടെ റെഡ് സ്റ്റോൺ, ഇവിടെ റെഡ് സ്റ്റോൺ, ഷിഫ്റ്റ് പിടിച്ച് ഇവിടെയൊക്കെ റെഡ് സ്റ്റോൺ വെക്കുക. ഇതേപോലെ വെക്കുക. എന്നിട്ട് ഇതിൻ്റെ താഴെയും ഒരു റെഡ് സ്റ്റോൺ വെക്കുക. ഇപ്പുറത്തെ സൈഡിൽ റെഡ് സ്റ്റോൺ വെക്കുക. ഓക്കെ, പരിപാടി കഴിഞ്ഞു. നമുക്ക് കുറച്ച് ബോൺ മീൽ എടുത്തിട്ട് ഈ ഓരോ ഡിസ്പെൻസറിൻ്റെ ഉള്ളിലും വെക്കണം. ഉള്ളത്ര എടുത്ത് വെക്കുക. അത്രേ ഉള്ളല്ലേ നമ്മളതിൽ. അപ്പോൾ 43 ഇവിടെ ഇരിക്കട്ടെ. ഇവിടെ ഒരു സ്റ്റാക്ക് ഇരിക്കട്ടെ. അതുപോലെ തന്നെ അപ്പുറത്തും ഒരു സ്റ്റാക്ക് ഇരിക്കട്ടെ. ഇനി എല്ലാം ചെറുപടിയെന്നായിരിക്കും. ഇനി നമുക്ക് ഇതൊന്ന് ഹോ ചെയ്തെടുക്കാം. അതിന് മുമ്പ് ഇവിടെ ഒരു പിസ്റ്റൺ വെക്കണം. ഓക്കെ, പിസ്റ്റൺ വെച്ചിട്ടുണ്ട്. ഇനി ഇവിടെ ഒരു ബ്ലോക്ക് വെക്കണം. ഇത് വെച്ചാൽ കാണാൻ പറ്റില്ല. സ്ലാബ് വെക്കാം. ഒരു സ്ലാബ് കയ്യിലുണ്ട്. ഒരു വുഡൻ സ്ലാബ് എടുക്കുക, ഇവിടെ പ്ലേസ് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ പോയിട്ട് ഒന്ന് ഹോ ചെയ്ത് വിടുക. ഓക്കെ, അത് ഹോ ചെയ്തു. ഇനി നമുക്കൊരു ലിവർ വേണം. ലിവർ ഉണ്ടാക്കിയാൽ ഇത് വർക്കാകത്തുള്ളൂ. ലിവർ വെക്കാം. ഓക്കെ, ലിവർ ഉണ്ടാക്കിയിട്ടുണ്ട്. ഷിഫ്റ്റ് പ്രസ് ചെയ്തിട്ട് വെച്ചു. അത് ഓണാക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. എന്താണ് ആയിക്കൊണ്ടിരിക്കണമല്ലോ. ഓക്കെ, കുറച്ചേരം ഓണാക്കി ഓഫാക്കുമ്പോൾ ഇങ്ങനെ വരും. ഇപ്പോൾ നമ്മുടെ ബോൺ മീലൊന്നും കത്തി തീരില്ല. ഓഫാക്കി വെച്ചേക്കാം. ഇനി നമുക്ക് പോയിട്ട് ഒന്നും ഇല്ലേ കയ്യിൽ. ക്യാരറ്റ് എടുത്തിട്ട് വരാം. കുറച്ച് ക്യാരറ്റ് ഇല്ല, പൊട്ടറ്റോ കിട്ടി. പൊട്ടറ്റോ ഇവിടെ വെക്കുക. അപ്പോൾ അത് ബോൺ മീൽ ചെയ്ത് വരും. തനിയെ പൊട്ടണ്ടാണല്ലോ, പൊട്ടുന്നില്ല. എന്താ പൊട്ടാത്തേ? എന്തോ പറ്റിയിട്ടുണ്ട്. ഒന്നുകൂടി നോക്കട്ടെ. ഗൈസ്, സാധനം വർക്കിംഗ് ആണ്, പക്ക വർക്കിംഗ് ആണ്. അപ്പം ഞാൻ ഏതായാലും ഇവരെ വെച്ച് നമ്മുടെ ആടുകളെല്ലാം ഒന്ന് ബ്രീഡ് ചെയ്തിട്ട് വരാം. എല്ലാത്തിനും ബ്രീഡ് ചെയ്ത് അവരുടെ കൂട് നിറച്ചിട്ടുണ്ട് ഗൈസ്. ഫുള്ള് സെറ്റാക്കി എല്ലാവരും നിറഞ്ഞ് തുളുമ്പിയിരിക്കുകയാണ്. ഞാൻ ആ ഫ്രണ്ടിലേക്ക് കയറുന്ന ആ ഒരു ബ്ലോക്കും മാറ്റി, സ്റ്റെയറും മാറ്റി, ഡീപ്പ് സ്ലൈഡിൻ്റെ സ്റ്റെയർ ആക്കിയിട്ടുണ്ട്. ഇപ്പം നല്ല രസമില്ല കാണാൻ. കുറച്ചൊക്കെ ആയിട്ടുണ്ട്. അപ്പം നിങ്ങളേതായാലും പോയിട്ട് ഇതിൻ്റെ ബിൽഡിൻ്റെ റീപ്ലേ കണ്ടിട്ട് വാ.
ഓക്കെ ഗേസ്, നമ്മുടെ ജംഗിൾ തീമിലുള്ള ഫാമിൻ്റെ ബിൽഡ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു സ്ഥലം ഓപ്പൺ ആക്കിയിട്ടാണ് ഇട്ടിട്ടുള്ളത്. നമുക്കിങ്ങനെ ഒരു പൊട്ടിപ്പൊളിഞ്ഞ ഒരു ടെമ്പിളിൻ്റെ ലുക്കാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഒരു മിനിറ്റ് ഒന്ന് റെക്കോർഡ് ചെയ്തോട്ടെ. ഓക്കെ, ഞാൻ റീപ്ലേ മോഡാക്കിയിട്ട് കാണിച്ചു തരാം ഇങ്ങോട്ടുള്ള വ്യൂ ഒക്കെ. അപ്പം ഞാൻ ജംഗിളിൽ പോയിട്ട് കിട്ടിയ 2-3 മുളയൊക്കെ ഇവിടെ നട്ട് വെച്ചിട്ടുണ്ട്. അപ്പം എല്ലാം പക്കയായിട്ട് വർക്കിംഗ് ഒക്കെയാണ് കാര്യങ്ങളൊക്കെ. ഞാൻ പന്നി ഫാം കുറച്ചധികം നേരം നോക്കിയായിരുന്നു. ഇവിടെ നമ്മൾ 2 പശുവിൻ്റെ ഹൈവേയിലും വെച്ചിട്ടുണ്ട്. ഇതിലൊരു ബ്ലോക്ക് വെച്ചേക്കാം. ഓക്കെ, ഇപ്പോൾ നല്ല രസമുണ്ടായിരിക്കും. ഇനി നമുക്ക് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൻ്റെ പേര് എഴുതിയിട്ട് വീഡിയോ എൻഡ് ചെയ്യാം. ഇപ്പം KSD അമ്രാൻ ബ്രോ, താങ്ക്സ് ഫോർ കമൻറ്റിങ്. അടുത്തത് ASIFX ആണ്. ASIFX ബ്രോ, താങ്ക്സ് ഫോർ കമൻറ്റിങ്. ഇനിയും കമൻറ്റ് ചെയ്യുക. അടുത്തത് സാലു സോനു ആണ്. സാലു സോനു ബ്രോ, താങ്ക്സ് ഫോർ കമൻറ്റിങ്. അപ്പം ഇത്രയും പേരാണ് നമ്മുടെ വീഡിയോയ്ക്ക് കമൻറ്റ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു. അപ്പം നിങ്ങൾ ഇനിയും കമൻറ്റ് ഇടുക, നിങ്ങളുടെ ഇനിയും പേര് ഇതിൽ വരുന്നതായിരിക്കും. താങ്ക്സ് ഫോർ സപ്പോർട്ടിങ് ഗെയ്സ്. ടാറ്റ. അപ്പം ഞാൻ ചെറിയൊരു റീപ്ലൈ നിങ്ങളെ കാണിച്ചു തരാം നമ്മുടെ ഇപ്പോൾ പണിത് ഈ ഒരു ബിൽഡിൻ്റെ. അപ്പം ടാറ്റ ഗെയ്സ്.